ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഇൻഡോർ പോട്ടാണ്. ഒരു സിറാമിക്കിൻ്റെ ലുക്കിലുള്ള ഒരു അടിപൊളി ഇൻഡോർ പോട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള പേപ്പറാണ്. അപ്പം ബുക്ക് സ്റ്റാളിലൊക്കെ കട്ടിയുള്ള പല ടൈപ്പിലുള്ള പേപ്പറും ഉണ്ട്. അപ്പോൾ അതിൽ കട്ടിയുള്ള പേപ്പർ നോക്കി വാങ്ങിക്കുക. എന്നിട്ട് അതിൽ ഒരു പേപ്പർ നമുക്ക് പോട്ടിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ആ ഒരു അളവിന് കട്ട് ചെയ്തെടുക്കുക. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ എൻഡുകൾ തമ്മിൽ പശ ഉപയോഗിച്ച് നല്ലവണ്ണം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ 2 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിരിക്കണം. അപ്പോൾ അകത്ത് വയ്ക്കുന്ന പേപ്പർ നമുക്ക് ഏകദേശം ഒരു 1/2 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ ചെറുതാക്കി അതിനെ റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് വലിയ പോട്ടിൻ്റെ അടിസൈഡ് നമുക്കൊന്ന് അടച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മറ്റൊരു കാർഡ്ബോർഡ് അതിൻ്റെ അടിസൈഡിൽ വെച്ചിട്ട് അതിനെ റൗണ്ട് അതിൻ്റെ അടിസൈഡിലെ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ തിരിച്ച് വെച്ച് ടാപ്പ് ഉപയോഗിച്ച് നമുക്കതിനെ അടച്ചെടുക്കാം. എന്നിട്ട് അതിനെ ഒരു പ്രസ് ചെയ്ത് വേണമെങ്കിൽ അകത്തോട്ട് കയറ്റി തന്നെ വയ്ക്കാം, അല്ലെങ്കിൽ വെളിയിൽ വെച്ചായിരുന്നാലും ടാപ്പ് ഹോളൊന്നും വരാത്ത രീതിയിൽ ടാപ്പ് ഉപയോഗിച്ച് നല്ലോണം ചുറ്റിയെടുക്കുക. ഇനി ആ ചെറിയ പേപ്പർ റൗണ്ട് ഷേപ്പിൽ ചുറ്റിയെടുത്ത പേപ്പർ നമുക്ക് അകത്ത് വെച്ചിട്ട് നമുക്ക് ആ ചെറുതിൻ്റെ അകത്ത് സാധാരണ മണൽ നിറച്ചു കൊടുക്കാം. മണലായിരുന്നാലും പാറപ്പൊടി ആയിരുന്നാലും മണ്ണായിരുന്നാലും നമുക്ക് നിറയ്ക്കാം. ഇനി മറ്റൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ രണ്ടായിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് കീറിയിട്ട് നമുക്ക് അതിനെയും കൂടെ എടുത്ത് അതിൻ്റെ ചിറ്റാതെ ഒന്ന് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈറ്റ് സിമൻറ്റ് വെള്ളവും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് ആ ഗ്യാപ്പിൽ നല്ലോണം ഒഴിച്ചു കൊടുക്കാം. അപ്പം പ്ലാസ്റ്റിക് ബോട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. അപ്പം പ്ലാസ്റ്റിക് ബോട്ടിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഏതായിരുന്നാലും മതി. നമുക്ക് കറക്റ്റ് അതിൻ്റെ അളവിന് തന്നെ കിട്ടണമെന്നില്ല. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പോട്ട് കൊണ്ട് തള്ളിപ്പോകത്തില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞൊരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കറക്റ്റ് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിലും ആ പേപ്പറെല്ലാം ഇളക്കി മാറ്റാം. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ക്രാഫ്റ്റിൻ്റെ ടൂൾസ് അല്ലെങ്കിൽ ടിൻ ഷീറ്റോ വെട്ടിയെടുത്തിട്ട് ഒന്ന് വളച്ച് പിടിച്ച് നമുക്ക് അതിനെ ചെറിയ ഡിസൈനിലായിട്ട് ഒന്ന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഒന്ന് വളച്ചും തിരിച്ചും നല്ലവണ്ണം കുഴിച്ച് ആ വരകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ കാണും കണക്ക് നമുക്ക് ഏത് സൈസിന് വേണോ ഒന്ന് വളച്ചും തിരിച്ചും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ നല്ലോണം കുഴിച്ച് വരച്ചെടുക്കുക. അപ്പം കറക്റ്റ് 4 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിങ്ങനെ വരച്ചെടുത്താൽ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും. ഒരുപാട് നല്ല ഉണങ്ങിക്കഴിഞ്ഞാൽ വരച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. വൈറ്റ് സിമൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് സെറ്റിംഗ് ആയി പോകും. അപ്പോൾ കറക്റ്റ് ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേ കണക്ക് ഈസി ആയിട്ട് തന്നെ കുഴിച്ച് വരച്ചെടുക്കാൻ പറ്റും. അപ്പം പൊട്ടിപ്പോകുന്ന പേടിക്കാൻ വേണ്ട. അപ്പോൾ ആ കുഴിവെല്ലാം നല്ലോണം നമുക്ക് ക്രാഫ്റ്റ് ടൂൾസ് ഉപയോഗിച്ച് വരച്ചെടുത്തിട്ട് അതിന് ആ ഗ്യാപ്പിൽ വിരൽ കൊണ്ട് തന്നെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ആ തടുപ്പൊന്നും വലുതായിട്ട് അറിയില്ല. അത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അടിസൈഡിലുള്ള കാർഡ്ബോർഡിൽ ഇളക്കി മാറ്റാം. ആ മണലെല്ലാം എടുത്ത് വെളിയിലെടുത്ത് കളയാം. ഇനി അതിനകത്തുള്ള പേപ്പറിൽ ഇളക്കി മാറ്റുക. അപ്പോൾ ആ സൈഡൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി അതിൻ്റെ മുകളിലുള്ള തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കത്തി ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ചെത്തി കളയുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ആ മുകൾ സൈഡും കൂടെ നല്ല ഫിനിഷ് ചെയ്തെടുക്കുക. അപ്പോൾ 80 സാൻഡ് പേപ്പർ ഇട്ടിട്ട് 220 പേപ്പറും കൂടെ ഇട്ട് കൊടുക്കാൻ നേരത്ത് നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അടിസൈഡിൽ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്ത് വയ്ക്കുക. വൈറ്റ് സിമൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് കലക്കി അതിൻ്റെ അടിസൈഡിലോട്ട് ആ ഉള്ളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ ഇളക്കി മാറ്റാം. അതിൻ്റെ അടിസൈഡും കൂടെ പേപ്പർ ഇട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഹോളൊക്കെ ഇട്ട് കൊടുക്കാൻ എളുപ്പത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഹോളെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേണ്ടത് ആക്രിലിക്കിൻ്റെ പെയിൻറ്റാണ്. ബേസിക് കോട്ടായിട്ട് ആക്രിലിക്കിൻ്റെ വൈറ്റ് കളർ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. ഏത് കളർ വേണോ കൊടുത്താലും നല്ല ലുക്കായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൽ നമുക്ക് ആ കുഴു ഭാഗം
ഡാർക്ക് കളർ കൊടുക്കുന്നില്ല. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ആക്രിലിക്കിൻ്റെ യെല്ലോയും ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് ആ കുഴു ഭാഗം മാറ്റി ബാക്കിയുള്ള സൈഡിലൊക്കെ ഒരു കോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണക്ക് എല്ലാ സൈഡിലും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ആക്രിലിക്കിൻ്റെ ബ്രൗൺ തന്നെ. അത് ചെറുതായിട്ട് ചെറിയ കുത്തുകളും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം സിറാമിക്കിൻ്റെ നല്ലൊരു ഷേപ്പ് കിട്ടും നമുക്ക്. കോട്ട് കാണപ്പോഴേ സിറാമിക്കിൻ്റെ ഒരു ലുക്കിൽ ഇരിക്കും. അപ്പം ബ്രൗണും വൈറ്റും കൂടെ ചെറിയ കുത്തുകൾ ഇട്ട് കൊടുക്കുക. അതെല്ലാം കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം 1-2 കോട്ട് ക്ലിയർ വാർണിഷും കൂടെ അടിച്ചു കൊടുത്താൽ കോട്ട് കാണാൻ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.